ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതീ നമഃ. ഏവർക്കും നമസ്കാരം. ലളിതം സാഹസ്രകത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 6-ാമത്തെ ശ്ലോകത്തോടുകൂടി നമുക്ക് ആരംഭിക്കാം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അഥ ശ്രീമദ് ഭഗവത്ഗീതായ സാഖ്യയോഗോ നാമ്നേ ദ്വിതീയോധ്യായേ ഷഷ്ഠഃ ശ്ലോകഃ. ന ചൈതദ് വിദ്മഃ കതരന്നോ ഗരീയോ യദ്വാ ജയേമ യദി വാ നോ ജയേയുഃ യാനേവ ഹത്വാ ന ജിജീവിഷാമഃ തേ അവസ്ഥിതാഃ പ്രമുഖേ ധാർത്തരാഷ്ട്രാഃ. കഴിഞ്ഞ ശ്ലോകം പറഞ്ഞത് ഗുരുക്കന്മാരെ ഹനിക്കുന്നതിനേക്കാൾ നല്ലത് ഭിക്ഷയെടുത്ത് ജീവിക്കുന്നതിലാണ് എന്ന്. ഇപ്പം പറയുന്നു, രണ്ടിലേതാണ് നമുക്ക് കൂടുതൽ ശ്രേയസ്കരം എന്നറിഞ്ഞുകൂടാ. ഒന്നുകിൽ നാം ജയിച്ചേക്കും, അല്ലെങ്കിൽ ജയിക്കാതിരിക്കുവാനും മതി. ഏതൊരാളെ കൊന്നിട്ടാണോ നാം ജീവിക്കാൻ ആഗ്രഹിക്കുന്നില്ലാത്തത്, ആ ധൃതരാഷ്ട്രപുത്രന്മാരാണ് മുമ്പിൽ വന്ന് നിൽക്കുന്നത്. നാമത്തിലേക്ക് പോകാം. നാമം 450. നന്ദിനി. സ്വയം നന്ദിനായിട്ടിരിക്കുന്നത് ഏതൊരു ദേവിയാണോ ആ ദേവിയെ നന്ദിനി എന്ന് വിശേഷിപ്പിക്കാം. നന്ദിനി എന്നൊറ്റ വാക്കിന് ആഹ്ലാദിപ്പിക്കുന്നവള്, മകൾ, ഭർത്താവിൻ്റെ സഹോദരി, അളവുകോല്, പിന്നെ ഒരു സുഗന്ധദ്രവ്യം എന്നൊക്കെയാണ്. നന്ദിൻ എന്ന വാക്കിന് മകൻ, സന്തോഷം, ആഹ്ലാദിക്കുന്നത്, ഇഷ്ടപ്പെടുന്നത്, കമാനാകൃതിയിലുള്ള അമ്പലം, ഇതൊക്കെയാണ് കേട്ടോ. നന്ദിൻ ചെയ്യുന്നത് ആരാണോ അവനെ നന്ദിന എന്നും, ചെയ്യുന്നവളാരാണോ അവളെ നന്ദിനി എന്നും വിശേഷിപ്പിക്കാം. ഏതൊരുവളാണോ ആഹ്ലാദത്തെ പ്രദാനം ചെയ്യുന്നത് അവളാണ് നന്ദിനി. ആഹ്ലാദം എന്നത് എന്താണ്? കാരണ ശരീരത്തിൻ്റെ സ്വഭാവമാണ്. ജഡത്വം, പ്രിയത്വം, ആനന്ദം എന്നിവ കാരണശരീരത്തിൻ്റെ ധർമ്മങ്ങളാണ് എന്ന് ആത്മബോധോപനിഷത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ വ്യക്തിയിലും അന്തർലീനമായിട്ടുള്ള ശക്തിയാണ് ഇത്. എന്നാൽ ലൗകിക ചുറ്റുപാടുകളുടെയും സാഹചര്യങ്ങളുടെയും പ്രഭാവത്താൽ ഇതിനെപ്പറ്റി മനസ്സിലാക്കാതെ സ്വാർത്ഥ ചിന്തയിൽ ഉഴഞ്ഞു പോവുകയാണ്. അന്നേരം നന്ദിനി നിന്ദിയായി പോകും. കമാനാകൃതിയിലുള്ള അമ്പലത്തിൻ്റെ കാര്യം പറഞ്ഞിരുന്നു ഇല്ലേ? അത് നന്ദിൻ എന്ന് പറയുന്നു എന്ന് പറഞ്ഞു. അതിൽ വിരാജിക്കുന്നവളും നന്ദിനിയാണ്. അമ്പലം എന്നാൽ വെറുതെ ഒരു പ്രതിഷ്ഠയെ വെച്ച് ആരാധിക്കൽ എന്നല്ല അർത്ഥം. അമ്പലത്തിൻ്റെ വിഗ്രഹമൊക്കെ ക്ഷേത്രസ്വരൂപ എന്ന നാമത്തിൽ, അതായത് നാമം 341 നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ എവിടെയാണോ സ്നേഹമൊഴുകുന്നത് അവിടെ ആഹ്ലാദ രൂപത്തിൽ നന്ദിനി വിരാജിക്കുകയാണ്. അൻപ് അലമാണ് അൻപലം, സ്നേഹത്തിൻ്റെ ആലയം. ഒരു പ്രത്യേക ആകൃതിയിൽ പണിതുയർത്തിയിട്ടുള്ള അമ്പലങ്ങൾ അതിൻ്റെ നിർമ്മിതിയാൽ തന്നെ സ്വച്ഛതയും ആത്മാനന്ദവും പ്രദാനം ചെയ്യുന്നുണ്ട്. നമുക്കിതിൻ്റെ കഥ കൂടെ നോക്കാം. യശോദ ഗർഭസംജാതയായിട്ടുള്ള നന്ദഗോപൻ്റെ മകൾക്ക് നന്ദിനി എന്നാണ് നാമം. ശ്രീകൃഷ്ണൻ്റെ ജീവൻ സംരക്ഷിച്ചതിലൂടെ ഒരു യുഗത്തിന് തന്നെ ആഹ്ലാദം നൽകുകയായിരുന്നു ആ പെൺകൊടി. പിന്നെ കംസനെ പോലുള്ള മഹാക്രൂരനെ വെല്ലുവിളിച്ച് സർവാലങ്കാരങ്ങളോടുകൂടി വിന്ധ്യാചലത്തിൽ വിരാജിച്ചു പോന്നു ആ കന്യക. ആ കഥയൊക്കെ ഏവർക്കും അറിയുന്നതാണല്ലേ. കംസൻ്റെ കയ്യിൽ നിന്ന് ഉയർന്നുപോയ ആ കന്യക തന്നെയാണ് നന്ദിനി. കൂടാതെ കാമധേനു എന്ന സ്വർഗോവിൻ്റെ ഭൂമിയിലെ പുത്രിയും നന്ദിനിയാണ്. ഈ നന്ദിനിയെ പരിപാലിച്ചതിന് ശേഷമാണ് ഇക്ഷ്വാകു പരമ്പരയിലെ പ്രശസ്ത രാജാവായ ദിലീപന് ശാപമോക്ഷമുണ്ടാവുന്നത്. ആ കഥ കേൾക്കണ്ടേ? ഇപ്പോഴും സ്വർഗത്തിലേക്ക് സഹായഹസ്തവുമായി ചെന്നിരുന്നു രാജാ ദിലീപൻ. ഒരിക്കൽ സ്വർഗത്തിലേക്ക് പോയപ്പോൾ അവിടെ കണ്ട കാമധേനുവിനെ ഇദ്ദേഹം അവഗണിക്കുവാനിടയായി. എന്തൊക്കെയോ ചിന്തയിലായിരുന്നു അദ്ദേഹം. അപ്പോൾ ആ ഗോവിനെ ശ്രദ്ധിച്ചില്ല. തന്നെ ശ്രദ്ധിക്കാതെ പോയ രാജാവിൻ്റെ മേൽ ഗോവിൻ്റെ ദുഃഖം ശാപമായിട്ട് പടർന്നു. തത്ഫലമായിട്ട് ഗോശാപമുണ്ടായ രാജാവിന്. തുടർന്ന് അനബദ്ധ്യത ദുഃഖമായിരുന്നു രാജാവിനെ കാത്തിരുന്നത്. അങ്ങനെ നീറിക്കൊണ്ടിരിക്കുമ്പോഴാണ് വസിഷ്ഠ മഹർഷി തൻ്റെ ആശ്രമത്തിലുള്ള കാമധേനു പുത്രിയായ നന്ദിനിയെ കുറച്ചു കാലം സേവിച്ചുകൊള്ളുവാൻ രാജാവിനോട് ആവശ്യപ്പെടുന്നത്. നന്ദിനി പ്രസാദിക്കുകയാണെങ്കിൽ അമ്മയുടെ ശാപത്തിന് പരിഹാരമാകും എന്നായിരുന്നു വസിഷ്ഠൻ്റെ കണ്ടെത്തൽ.
ദിലീപൻ അതിൽ യാതൊരു വൈമനസ്യവും ഉണ്ടായില്ല. മാത്രവുമല്ല, അടുത്ത നാൾ തൻ്റെ പത്നിയായ സുദക്ഷിണിയോടൊത്ത് അദ്ദേഹം നന്ദിനി സേവയ്ക്ക് തയ്യാറെടുത്തു. ആശ്രമ പരിസരമായതിനാൽ നിരായുധനായിക്കൊണ്ടാകണം പരിചരണമെന്ന് വസിഷ്ഠൻ പ്രത്യേകം ചട്ടം കെട്ടിയിരുന്നു. വസിഷ്ഠ മഹർഷിക്ക് ഇന്ദ്രൻ സമ്മാനിച്ചതാണ് ഈ നന്ദിനി പശുവിനെ. തൻ്റെ അമ്മയെപ്പോലെ മനസ്സുകൊണ്ട് എന്താഗ്രഹിച്ചാലും തക്ഷണം നടപ്പിൽ വരുത്തുവാൻ കഴിവുള്ളവളായിരുന്നു നന്ദിനി. വസിഷ്ഠർഷിക്ക് യജ്ഞത്തിന് ആവശ്യമായ ദ്രവ്യങ്ങൾ ഉത്പാദിപ്പിച്ച് യജ്ഞം സമ്പന്നമാക്കി നിലനിർത്തുക എന്നതായിരുന്നു നന്ദിനിയുടെ ധർമ്മം. അങ്ങനെ രാജദമ്പതിമാർ തങ്ങളുടെ പരിചരണം ആരംഭിച്ചു. പുറത്തു രാജാവും അകത്ത് രാജ്ഞിയുമായിരുന്നു ആ പശുവിനെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നത്. കാലം പോകെ അത്യധികം നിഷ്ഠയോടും ഭക്തിയോടുമുള്ള രാജദമ്പതിമാരുടെ സഹജീവി സ്നേഹം നന്ദിനിയുടെ ഉള്ളിൽ തട്ടി. എന്നാൽ ഇതൊന്ന് പരീക്ഷിക്കണമെന്ന് നിശ്ചയിച്ച നന്ദിനി ഒരു നാൾ മേയുന്ന നേരത്ത് നേരെ ഉൾക്കാട്ടിലേക്ക് കയറി. ക്ഷമയോടുകൂടി ദിലീപൻ നന്ദിനിയെ പിന്തുടർന്നു. നന്ദിനി എവിടെ പോയാലും ഒരു കയ്യകലത്തിൽ രാജാവും ഉണ്ടായിരുന്നു. പെട്ടെന്ന് കഠിനമായ ഒരു അലർച്ച കേട്ടു അദ്ദേഹം. നിമിനേരം കൊണ്ട് എങ്ങു നിന്നോ ഘോരനായ ഒരു സിംഹം നന്ദിനിയെ കീഴ്പ്പെടുത്തുകയാണ്. നിരായുധനായ രാജാവ് നന്ദിനിയെ വിട്ടുതരണമെന്ന് സിംഹത്തോട് കേണു. അന്നേരം സിംഹം പറഞ്ഞു, അല്ലയോ രാജാവേ, ഈ കാടിൻ്റെ അധിപതി ഞാനാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ഇരയാണ് ഈ പശു. വേണമെങ്കിൽ അങ്ങ് ജീവനും കൊണ്ട് ഓടിക്കൊള്ളുക. രാജാവ് സമ്മതിച്ചില്ല. പശുവിന് പകരം തന്നെ ഭക്ഷിച്ചു കൊള്ളുവാനായിരുന്നു അദ്ദേഹത്തിൻ്റെ അപേക്ഷ. അങ്ങനെയാണെങ്കിൽ അത് ശരിയെന്നായി സിംഹം. എന്നാൽ മരിക്കുവാൻ സജ്ജനായ ദിലീപൻ്റെ കഴുത്തിൽ പൂമാലയാണ് പിന്നീട് വന്ന് വീണത്. മന്ദഹാസം പൊഴിച്ചതാ നന്ദിനി അവിടെ നിൽക്കുന്നു. നന്ദിനി പറഞ്ഞു, അല്ലയോ രാജൻ, അങ്ങയെ പരീക്ഷിക്കുന്നതിനായിട്ട് അതിൻ്റെ മായയായിരുന്നു. അങ്ങയുടെ സഹജീവി സ്നേഹം അനുപമമാണ്. അങ്ങയ്ക്ക് സർവമംഗളങ്ങളും ഉണ്ടാകട്ടെ. ഇങ്ങനെ ആശീർവദിച്ചിട്ടാണ് നന്ദിനി വിടകൊണ്ടത്. അങ്ങനെ ദിലീപൻ്റെ മേലുണ്ടായിരുന്ന ശാപം നീങ്ങുകയും അദ്ദേഹത്തിന് പുത്രനായിട്ട് രഘുവിനെ ലഭിക്കുകയും ചെയ്തു. ഈ നന്ദിനിയാണ് തന്നിൽ നിന്ന് അനവധി പടയാളികളെ സൃഷ്ടിച്ചുകൊണ്ട് തന്നെ അപഹരിക്കുവാൻ തുനിഞ്ഞ വിശ്വാമിത്രൻ്റെ പടകളെ നാമാവശേഷമാക്കിയത്.